ത്തിലേക്ക് എത്തുന്നത് അവിടെ അർജന്റീന സ്വിറ്റ്സർലൻഡ്. അർജന്റീന ഈ കഴിഞ്ഞ മത്സരത്തിൽ രാത്രിയിൽ അതിന്റെ ചർച്ചകൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. സോഷ്യൽ മീഡിയ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അർജന്റീന മാത്രമാണ് മൊത്തം റഫറിങ്, ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. അതിൽ രാവിലെ നമ്മൾ സംസാരിച്ചു. അതിനപ്പുറത്തേക്ക് അർജന്റീന ഈ 78ാമത്തെ മിനിറ്റിൽ ഒരു ഗോളിലൂടെ ഈജിപ്തിനെ എതിരെ ഗോൾ നേടുന്നു. പിന്നീടുള്ള ഒരു പോരാട്ടം, അപ്പോൾ അതിനുശേഷമുള്ള അവരുടെ ഒരു ആഘോഷ പ്രകടനം ഇമോഷണൽ ആകുന്നു, വൈകാരികമാകുന്നു. ടീം ഡ്രസ്സിംഗ് റൂമിലെ വലിയ ആഘോഷം, ഒരു ലോകകപ്പ് ജയിച്ച മട്ടിലുള്ള പ്രകടനമൊക്കെയാണ് അർജന്റീനയുടെ ടീമംഗങ്ങൾ നടത്തിയത്. അതിനുള്ള കാരണം അത്രമാത്രം പൊരുതി നേടിയതുകൊണ്ടാകാം. എനിവേ, സ്വിറ്റ്സർലൻഡിനെതിരെ അർജന്റീന, അത് ഒരുപക്ഷെ ഈ ക്വാർട്ടറിലെ ഏറ്റവും അർജന്റീനയ്ക്ക് ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള എതിരാളിയല്ലേ സ്വിറ്റ്സർലൻഡ്? ഏറ്റവും എളുപ്പമുള്ള എതിരാളികളാണെന്നാണ് ഒരു കടലാസിലെ വിലയിരുത്തൽ. സ്വിറ്റ്സർലൻഡിന്റെ പക്ഷേ പ്രതിരോധത്തെ നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല. അവർ ഡിഫൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കും കളിക്കുക. നമ്മൾ കഴിഞ്ഞ 2 മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ റൗണ്ട് ഓഫ് 32 റൗണ്ട് ഓഫ് 16 ക്ലീൻ ഷീറ്റ് നിലനിർത്തി വന്ന ഒരു ടീമാണ് സ്വിറ്റ്സർലൻഡ്. അപ്പോൾ അവരുടെ പ്രതിരോധം, അതിന് ഗ്രാനിറ്റ് സാക്കയെ പോലെ മിഡ്ഫീൽഡിൽ നയിക്കുന്ന നായകൻ കൊടുക്കുന്ന സപ്പോർട്ട്, അതൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. സ്വിറ്റ്സർലൻഡ് അപ്പോൾ എങ്ങനെയാണ് അർജന്റീനയെ പോലെ ഒരു ടീമിനെ മെരുക്കുക? ഒരുപക്ഷെ അവർ ഇതുവരെ നേരിട്ട ചലഞ്ചസ് വെച്ച് നോക്കുമ്പോൾ അതെല്ലാം മൾട്ടി ഡയമെൻഷനിലായിരുന്നു. അർജന്റീനയുടെ ഒരു പ്രധാന പ്രശ്നം ഒരു സിംഗിൾ ഡയമെൻഷണൽ ടീമാണോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും വരും. അറ്റാക്കിന് വൈവിധ്യമുണ്ടോ? അവിടെയാണ് ശരിക്കും സ്വിറ്റ്സർലൻഡിന് വേണമെങ്കിൽ പ്രതിരോധിക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയും കടന്നു വരുന്നത്. പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കൊക്കെ പോയാൽ പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിലെ കഴിഞ്ഞ ലോകകപ്പിലെ ഹീറോ എമി മാർട്ടിനസ് ആണ് ഇപ്പോഴും അർജന്റീനയുടെ ഉള്ളതെന്ന് പറഞ്ഞാലും എമി മാർട്ടിനസ് പഴയ എമി മാർട്ടിനസ് അല്ല. അദ്ദേഹം ഈ ലോകകപ്പിൽ അർജന്റീന വഴങ്ങിയ ഗോളുകളൊക്കെ നോക്കുവാണെങ്കിൽ ഈ മത്സരത്തിൽ, ഇന്നത്തെ മത്സരം നോക്കുവാണെങ്കിൽ 2 ഷോട്ട് ഓൺ ടാർഗറ്റ്, 2 ഗോളായി. അപ്പം എമി മാർട്ടിനസിന്റെ ഒരു സേവ് നമുക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് റീഡ് ചെയ്ത് ആ അവസരം നിഷ്പ്രഭമാക്കുന്നത്, നിർവീര്യമാക്കുന്നത് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം കൂടെ ഉണ്ട്. പക്ഷേ സ്വിറ്റ്സർലൻഡിന് ആര് ഗോൾ അടിക്കും? ജൊഹാൻ മൻസാംബി എന്ന അവരുടെ ഈ ലോകകപ്പിലെ ടോപ്പ് സ്കോറർ ഇഞ്ചേർഡാണ്, കഴിഞ്ഞ മത്സരം കളിച്ചിരുന്നില്ല. ഇനി അടുത്തതിന് മുമ്പായിട്ട് റെഡി ആകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ക്വാർട്ടർ ഫൈനലിന് മുമ്പായി സമയമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സ്വിറ്റ്സർലൻഡ് ആരാധകർ പ്രതീക്ഷയിലായിരിക്കും. അവരുടെ ഈ സമീപകാലത്തെ 7 ദശാബ്ദമായിട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ മത്സരമാണ്. ആദ്യമായിട്ടാണ് 1954 ശേഷം അവർ ക്വാർട്ടറിൽ എത്തുന്നത്. ഫിഫയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ്, നമുക്കറിയാം. പണ്ടൊക്കെ സ്വിറ്റ്സർലൻഡ് ഒരു ഫോഴ്സ് ആയിരുന്നു. ആദ്യത്തെ തുടക്കകാലത്ത് 3 തവണ അവർ ക്വാർട്ടറിലൊക്കെ എത്തിയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം ഇത്രയും കാലതാമസത്തിന് ശേഷമാണ് അവർ ക്വാർട്ടർ വരെ എത്തുന്നത്. എന്നാൽ അവർ ആ വന്ന വഴിയിൽ അവർക്ക് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, അത് അവർ അതിജീവിച്ചു. അതുപോലെ അർജന്റീന എന്ന ചലഞ്ചും അതിജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവരുടെ മുമ്പിലെ ചോദ്യം. അതിന് കൂടുതലും സെൻട്രൽ ആയിട്ട് വരുന്ന അറ്റാക്കുകൾ, ഹാഫ് സ്പേസുകളൊക്കെ ബ്ലോക്ക് ചെയ്യുക, റണ്ണുകൾ കൃത്യമായി മാർക്ക് ചെയ്യുക, അതിനൊക്കെ എനിക്ക് തോന്നുന്നു സ്വിറ്റ്സർലൻഡ് അതിനൊക്കെ സജ്ജരായിരിക്കും. ഇനി മറുവശത്ത് മെസ്സി എന്ന അധികായനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാലും കണക്കുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം ഇനി വേണമെങ്കിൽ അലക്സിസ് മക്കലിസ്റ്ററിനോട് പെനാൽറ്റി എടുക്കാൻ ആവശ്യപ്പെടാം. ഒരു 8 പെനാൽറ്റിയിൽ 4 പാഴാക്കിയ സ്ഥിതിക്കും മക്കലിസ്റ്ററിന്റെ ഒരു പെനാൽറ്റി റെക്കോർഡ് നോക്കുവാണെങ്കിൽ 12-ൽ 11 അദ്ദേഹം കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ക്ലബ് ആൻഡ് കൺട്രി റീസെന്റ് ടൈംസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പെനാൽറ്റി ടേക്കർ അവിടെ ഉള്ളപ്പോൾ ആ ഓപ്ഷൻ എടുക്കാം എന്നും വേണമെങ്കിൽ അർജന്റീനയ്ക്ക് ചിന്തിക്കാം. കാരണം എല്ലാ കളിയിലും പെനാൽറ്റി കിട്ടുന്നുണ്ടല്ലോ. ഈ സമീപകാലത്തെ നോക്കുവാണെങ്കിൽ ഏറ്റവും അധികം പെനാൽറ്റി കിട്ടുന്നതും അർജന്റീനയ്ക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവരുടെ ഒരു ആയുധമാണ്, സെറ്റ് പീസാണ്. പിന്നെ അവർക്ക് എതിരെയുള്ള ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അർജന്റീനയുടെ മൊത്തത്തിലുള്ള ഗെയിം നോക്കുകയാണെങ്കിൽ വിങ്ങുകളിൽ കൂടെ കുറച്ചുകൂടിയും ആക്രമിക്കണം. കഴിഞ്ഞ മത്സരത്തിൽ കുറച്ച് ക്രോസ് ഒക്കെ വരുന്നത് കണ്ടു, ഒരു സന്തോഷമുള്ള വാർത്തയാണ്. എന്നാൽ സ്കലോനിയുടെ തന്ത്രങ്ങൾ ഒരിക്കലും നമുക്ക് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ മത്സരത്തിൽ അദ്ദേഹം എന്താകും കരുതി വെച്ചിരിക്കുന്നതെന്ന് ഒരുപക്ഷെ ഈ മത്സരത്തിൽ അദ്ദേഹം വിങ്ങുകളിൽ കൂടെ ആക്രമിക്കാൻ തീരുമാനിക്കും. കാരണം എതിരാളികൾ ഇതാണല്ലോ പ്രതീക്ഷിക്കുന്നത്. സ്കലോണിയെ ആയിട്ട് ഒരു കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു മാനേജർ എനിക്ക് പലപ്പോഴും തോന്നിയത് കാർലോ ആഞ്ചലോട്ടി ആണെന്നാണ്. ആഞ്ചലോട്ടി ഇതുപോലെയാണ്, എതിരാളികൾക്കനുസരിച്ച് തന്ത്രങ്ങൾ മെനയും, സൂപ്പർ സ്റ്റാറുകളെ നന്നായി ഹാൻഡിൽ ചെയ്യും, ഈഗോയെ ഹാൻഡിൽ ചെയ്യും. അദ്ദേഹം എന്ത് മാറ്റമാണ്, എന്ത് ലൈനപ്പാണ് ഇറക്കുന്നത്, നമ്മൾ ലൈനപ്പ് കാണുമ്പോൾ ഇത് എന്ത് ലൈനപ്പാണെന്ന് തോന്നും, അല്ലെങ്കിൽ ഇത് എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നും. അങ്ങനെ ഒരു ചിന്തയാണ് എനിക്ക് സമീപകാലത്തായിട്ട് സ്കലോണിയെ കുറിച്ചുള്ളത്. അത് ഞാൻ അത്ര ഡീപ്പായിട്ട് അർജന്റീനയോ സ്കലോണിയോ ഫോളോ ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ അവരുടെ റിസൾട്ട് ഒക്കെ അപ്ഡേറ്റഡ് ആണ്, അവരുടെ ഗെയിം ഒക്കെ കാണും. അപ്പൊ അങ്ങനെയുള്ളൊരു ചിന്തയാണ്. എല്ലാ മത്സരവും എല്ലാ മിനിറ്റും ഫ്രണ്ട്ലി അടക്കം പണ്ട് കണ്ടിരുന്ന പോലെ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ നിരീക്ഷണത്തിൽ ചിലപ്പോൾ പാളിച്ചകൾ ഉണ്ടാകും. എന്നാൽ അർജന്റീനയുടെ മാനേജറിന് വ്യത്യസ്തമായ തന്ത്രങ്ങൾ മെനയാൻ അറിയാം. അപ്പൊ സ്വിറ്റ്സർലൻഡിനെതിരെ പ്രിപ്പയർഡ് ആയിരിക്കും. മിഡ്ഫീൽഡിൽ കൂടുതലും ബോൾ വെച്ച് കളിക്കുന്ന മിഡ്ഫീൽഡേഴ്സാണ് അവർക്കുള്ളത്. അപ്പോൾ അത് തന്നെയാണ് അവരുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അപ്പോൾ മിഡ്ഫീൽഡേഴ്സിന്റെ മൂവ്മെന്റ് പലപ്പോഴും സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിന്റെ മൂവ്മെന്റ് വളരെ പ്രഡിക്റ്റബിൾ ആണ്. അവിടെ ഒരു എക്സ്ട്രാ ഡയമെൻഷൻ കൊണ്ടുവരാൻ ആൻഹൽ ഡിമരിയെ പോലൊരു താരമില്ല വിങ്ങുകളിൽ കൂടെ ആണെങ്കിൽ പോലും. നിക്കോ ഗോൺസാലസ് ആണ് പലപ്പോഴും ബെഞ്ചിൽ നിന്ന് പുതിയൊരു ഊർജ്ജം നൽകുന്നത്. അവസാന മിനിറ്റുകളിൽ അർജന്റീന തിരിച്ചടിക്കാനുള്ള ഒരു കാരണമായിട്ട് തോന്നിയിട്ടുള്ളത്.
ഡിഫൻസിൽ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവരുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും മികച്ച സെൻട്രൽ ബാക്ക് പാർട്ണർഷിപ്പാണ് ക്രിസ്ത്യൻ റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസും. ഒട്ടമെൻഡി ഉണ്ടായിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിൽ. പക്ഷേ ഒട്ടമെൻഡി റൊമേറോ പാർട്ണർഷിപ്പിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും അഗ്രസീവ് ഡിഫൻഡേഴ്സ് ആണ്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഒരാൾ കമ്പോസ്ഡ് ആയിട്ട് നിൽക്കുക, ഒരാൾ അഗ്രസീവ് ആകുമ്പോഴാണ് ആ ബാലൻസ് വരുന്നത്. അതാണ് ഇപ്പോൾ ലിസാൻഡ്രോ റൊമേറോ പാർട്ണർഷിപ്പിൽ വരുന്നത്. പിന്നെ റൊമേറോയെ നന്നായി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് സ്കാലോണി. മിക്ക മത്സരങ്ങളെയും നോക്കുവാണെങ്കിൽ കളി സീൽ ചെയ്തു ലീഡ് ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്കാലോണി അപ്പോൾ റൊമേറോ പിൻവലിച്ച് ഒട്ടമെൻഡിയെ കൊണ്ടുവരും. കാരണം റൊമേറോയെ ചൊടിപ്പിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒരു ഫാക്ടർ ആയേക്കാം. 2002 ഇംഗ്ലണ്ടിന് റെഡ് കാർഡ് കിട്ടി അവരുടെ വേൾഡ് കപ്പ് സാധ്യതകളൊക്കെ പോയത് ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ടയെ പോലെ ഒരു നല്ലൊരു കളിക്കാരനുണ്ടായിട്ടും പക്ഷെ അവർക്ക് കളി ജയിക്കാൻ പറ്റാതെ പോയത് അവരുടെ ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്തവണ അത് ബാധിക്കരുതെന്ന് സ്കലോണിക്ക് നിർബന്ധമുണ്ട്. അഡ്വാൻറ്റേജ് അർജന്റീന ഉറപ്പായിട്ടും ഉണ്ടാവും. അത് തന്നെയായിരിക്കും സ്കലോണിയുടെ പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്ന്. ഓക്കെ, താങ്ക് യു ജോസഫ്.